ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവാദ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നേ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് യേശുക്രിസ്തു ഏക രക്ഷാമാർഗം. യേശുക്രിസ്തു ഏക രക്ഷാമാർഗം. നാം ഈ ലോകത്തിൽ ഒരു താൽക്കാലിക അംഗമായി കടന്നു വന്ന മാമോദീസയിലൂടെ വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ കുർബാന അനുഭവത്തിലൂടെ ജീവന്റെ പുസ്തകത്തിൽ നാം എഴുതിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെ സംരക്ഷണത്തിൽ വളർന്ന് ഈ ലോകത്തെ അറിഞ്ഞു. എന്നാൽ നമുക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവോ? ആ കാര്യം ആണ് വലിയ ഒരു ചോദ്യമായി നമ്മിൽ നിലനിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. യേശുക്രിസ്തുവാണ് ഏകരക്ഷാമാർഗമെന്ന് നമുക്ക് നമ്മുടെ പിതാക്കന്മാരിലൂടെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ നാം അവനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? അതിനായി നമുക്ക് വചനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സിൽ കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. എൻ്റെ പിതാവ് എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. നാം അവൻ്റെ തേജസ് കാണാനായി നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നുവോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അതിനായി നാം കാക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട സമയത്ത് ആണ് നാം ഇപ്പോൾ കഴിയുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ അതിലും ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞുവെന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. തൻ്റെ ഏകജാതൻ ലോകത്തെ വിധിപ്പാനല്ല വന്നത്, പിന്നെയോ ലോകത്തെ രക്ഷിപ്പാനത്രേ. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല എന്ന് നമുക്ക് അറിയാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഏക കർത്താവ് എന്നാണ്. നാം വിശ്വസിക്കുന്ന ദൈവം ത്രിയേക ദൈവമാണ്. നാം അവനിൽ ജീവിക്കേണ്ടതിനും അവനിൽ വിശ്വസിച്ച് അവൻ്റെ കൃപാവരങ്ങൾ അനുഭവിച്ച് നന്ദി പറയേണ്ടവരുമാണ്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏക മധ്യസ്ഥനാണ് എന്നാണ് പൗലോസ് ശ്ലീഹ പിന്നെയും എടുത്തു പറയുന്നത്. ദൈവം ഒരുവനേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. നാം അവനെ നമ്മുടെ രക്ഷാമാർഗമായി കാണുന്നുവോ എന്നാണ് നാം ഈ അവസരത്തിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. ഏക രക്ഷകനാണ് അവനെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിഞ്ഞത് നാം നമ്മുടെ പിതാക്കന്മാരിലൂടെയാണ്. അതിൻ പ്രകാരം ആ തിരിച്ചറിവ് ഉണ്ടാക്കി അതിൻ പ്രകാരം നാം ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടവരുമാണ്.
അവനല്ലാതെ വേറെ വഴിയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതായത് രക്ഷാമാർഗം അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. അവനിൽ കൂടി അല്ലാതെ നമുക്ക് രക്ഷ ഉണ്ടാകുകയില്ല. ആകയാൽ വിശ്വാസികളുടെ സമൂഹമേ, നാം നമ്മുടെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വസിച്ച് അവൻ കാണിച്ചു തന്നതായ മാർഗത്തിലൂടെ യാത്ര ചെയ്ത് ഈ ലോക ജീവിതം സഫലമാക്കുകയും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാകുകയും ചെയ്യത്തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. നിരന്തരമായി അവനെ സ്തുതിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും ലഭിക്കും എന്ന് നമുക്കേവർക്കും അറിയാം. അതിനായി നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു പ്രഭാതം കൂടി നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.